കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെടാത്തതോടെ രജിസ്ട്രാർ സ്ഥാനം ഉറപ്പിച്ച കേസ് അനിൽകുമാർ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയത് ചൂണ്ടിക്കാട്ടി അനിൽകുമാർ ഹർജി പിൻവലിച്ചു. സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ പരാതിയുണ്ടെങ്കിൽ വിസിക്ക് ചാൻസലറെ സമീപിക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അധികാര തർക്കത്തെ തുടർന്ന് കേരള സർവകലാശാലയിൽ അസാധാരണ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. കേസ് അനിൽകുമാറിനെ വെട്ടാനായി മിനി കാപ്പിനെ രജിസ്ട്രാറായി നിയമിച്ച സിസ തോമസിന്റെ നീക്കം പാളി. വിസിയുടെ നോട്ടീസിന് മറുപടി കൊടുക്കാതെ അവധിയിൽ പ്രവേശിച്ച പി ഹരികുമാറിന് പകരം പുതിയ ജോയിന്റ് രജിസ്ട്രാറെ നിയമിച്ചും താൽക്കാലിക വിസി ഉത്തരവിറക്കി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഹാൻസ് ജോണാണ് ചേരുന്നത്. ഹാൻസി പറഞ്ഞതുപോലെ വലിയ നാടകീയമായ സംഭവങ്ങളാണ് സംഭവിച്ചതൊക്കെ. പക്ഷേ വിസിയുടെ നീക്കങ്ങൾ പാളുന്നതാണ് നമ്മൾ കണ്ടതൊക്കെ. ഈ നീക്കങ്ങളെയൊക്കെ ഇന്ന് നടന്നിട്ടുള്ള നീക്കങ്ങളെയൊക്കെ എങ്ങനെ സമഗ്രമായി പരിശോധിക്കാം? സംഗീത പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്ന വിഷയം. തനിക്കെതിരെ കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ അനിൽകുമാർ ഒരു പെറ്റീഷൻ സമർപ്പിക്കുകയും ഈ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സർവകലാശാല സിൻഡിക്കേറ്റിനോടും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറോടും വിശദീകരണം തേടിയിരുന്നു. ഈ വിശദീകരണത്തിന് മുന്നോടിയായി തന്നെ വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുകയും ഈ സിൻഡിക്കേറ്റ് യോഗം പ്രത്യേക അധ്യക്ഷതയിൽ അഥവാ സിൻഡിക്കേറ്റിൻ്റെ സീനിയർ അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ VC ഇറങ്ങിപ്പോയ സാഹചര്യത്തിൽ സീനിയർ സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അതിനോടൊപ്പം തന്നെ ആ യോഗത്തിൽ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കുകയും അതിനെ തുടർന്ന് ഉത്തരവിറക്കുകയും പിന്നീട് കഴിഞ്ഞ ദിവസം തന്നെ സർവകലാശാല ആസ്ഥാനത്തെത്തി KS അനിൽകുമാർ ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ എത്തിയിരുന്നു. ഈ വിശദീകരണമാണ് ഇന്ന് ഹർജി പരിഗണിക്കാനിരിക്കെ സിൻഡിക്കേറ്റ് കോടതിയെ ബോധിപ്പിച്ചത്. അതിനോടൊപ്പം തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ വൈസ് ചാൻസലറും ബന്ധപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ വിശദീകരണം നൽകുകയുണ്ടായി. പക്ഷേ കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ അതിന് പ്രധാനമായും കാരണം പരാതിക്കാരനായിട്ടുള്ള KS അനിൽകുമാർ തൻ്റെ ഹർജി പിൻവലിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ളൊരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. പരാതിക്കാരന് പരാതിയില്ലാത്ത സാഹചര്യത്തിൽ ആ പരാതി അല്ലെങ്കിൽ ആ ഹർജി അസാധുവാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നു. അതിനോടൊപ്പം തന്നെ വലിയൊരു നിർണായകമായ ഒരു നീക്കവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുണ്ടെങ്കിൽ, സസ്പെൻഷൻ പിൻവലിച്ചതിൽ എതിർപ്പുണ്ടെങ്കിൽ നിയമന അതോറിറ്റിയെ അഥവാ ചാൻസലറെ സമീപിക്കാം എന്നുള്ള ഒരു നിർണായക നീക്കം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ രാജ്ഭവൻ VCയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ അടിയന്തര യോഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നോടി അതിൻ്റെ ഭാഗമായി തന്നെ ഹൈക്കോടതി നിർദ്ദേശം വന്നതിന് പിന്നാലെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് രാജ്ഭവന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം നിയമവിരുദ്ധമാണ്. അതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് നിയമസാധുതയില്ല. കൂടാതെ രജിസ്ട്രാറിൻ്റെ ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകിയെന്നും ആണ് VC ഈ രാജ്ഭവന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി നിർദ്ദേശം ഒരു വശത്ത് നിൽക്കുന്നു, കൂടാതെ വൈസ് ചാൻസലർ റിപ്പോർട്ട് ഒരു വശത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ചാൻസലർ എന്ത് തീരുമാനം എടുക്കും എന്ത് നടപടി എടുക്കും എന്നാണ് ഏറ്റവും നിർണായകം. ഏതെങ്കിലും രീതിയിൽ നടപടി സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിയമപരമായി ഇതിനെ നേരിടുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ നടപടികളും അല്ലെങ്കിൽ തീരുമാനം ഇപ്പോൾ ചാൻസലറായിട്ടുള്ള ഗവർണറുടെ കീഴിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി വൈസ് ചാൻസലർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചാൻസലർ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുക. പക്ഷേ അപ്പോഴും സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം അവിടെ അന്തിമമായി തന്നെ നിൽക്കും. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരം തന്നെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന് ചുമതല തുടരാം. അതിനോടൊപ്പം തന്നെ മറ്റ് നിയമനങ്ങളെല്ലാം തന്നെ അടിയന്തരമായി റദ്ദാക്കണമെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രജിസ്ട്രാറായിട്ട് മിനി കാപ്പനെ നിയമിക്കുകയുണ്ടായി. ഈ നിയമനം അടക്കം സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമനത്തിനും നിലനിൽപ്പില്ല എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അടുത്ത ദിവസം തന്നെ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തിരിച്ചെത്തും. താൽക്കാലിക വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള സിസ തോമസിൻ്റെ ചുമതല നാളെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം എത്തുന്ന ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എന്തെങ്കിലും അസാധാരണ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. സംഗീത, തീർച്ചയായും ഹാൻസ എന്താണെങ്കിലും സമഗ്രമായി തന്നെ ഹാൻസ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കുകയായിരുന്നു. ഈ ഒടുവിലായി പറഞ്ഞു വെച്ചതുപോലെ മോഹനൻ കുന്നുമേൽ സ്വീകരിക്കുന്ന കാര്യങ്ങളിലെ നിർണായകത്വം, അതിന് ഉപരിയായി ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും, എന്ത് നടപടിയിലേക്ക് ഗവർണർ കടക്കുമെന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോണ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.